ഹലോ ആൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിക്കേഴ്സീവ് ഇക്വേഷനെ പറ്റിയാണ്, അല്ലെങ്കിൽ റിക്കേഴ്സീവ് അൽഗോരിതം. അപ്പം ഒരു റെക്കറൻസ് റിലേഷന്റെ ടൈം കോംപ്ലക്സിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ് റിക്കേഴ്സീവ് ഇക്വേഷൻ അല്ലെങ്കിൽ എന്താണ് റിക്കറൻസ് റിലേഷൻ നോക്കാം. ഓക്കെ, സോ എ റിക്കറൻസ് റിലേഷൻ or a recursive equation is an equation that defines the value of a function or sequence in terms of its previous value. അതായത് ഒരു ഫംഗ്ഷൻ അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിന്റെ പ്രീവിയസ് വാല്യൂ, ആ ഫംഗ്ഷന്റെ പ്രീവിയസ് വാല്യൂ യൂസ് ചെയ്തിട്ടായിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ എൻ ഫാക്ടോറിയൽ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എൻ ഫാക്ടോറിയൽ ഈക്വൽ ടു എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഫാക്ടോറിയൽ. ഓക്കെ, നമ്മളിവിടെ റിക്കേഴ്സീവ് കോൾ ആണ് നടത്തുന്നത്. അപ്പം എൻ ഫാക്ടോറിയൽ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എന്നിന്റെ കൂടെ എൻ മൈനസ് വൺ ഫാക്ടോറിയലൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, സോ അതാണ് ഈ റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ തൊട്ട് മുന്നേ ഉള്ള ഫംഗ്ഷന്റെ വാല്യൂ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ. ഓക്കെ, റിക്കേഴ്സീവ് ഇക്വേഷൻ express the current value using one or more smaller instances of the same problem. Okay, നമുക്ക് ഒരു മാസ്റ്റേഴ്സ് തിയറി യൂസ് ചെയ്തിട്ട് എന്തിനാണ് നമ്മൾ ഈ റിക്കേഴ്സീവ്, എങ്ങനെയാണ് റിക്കേഴ്സീവ് ഇക്വേഷന്റെ എന്ത് കണ്ടുപിടിക്കുന്നത്, ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുന്നത് നോക്കാം. റെക്കറൻസ് റിലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? എ റെക്കറൻസ് ഈസ് എ ഇക്വേഷൻ ഓർ ഇൻഇക്വാലിറ്റി ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് വാല്യൂ ഓൺ സ്മാളർ ഇൻപുട്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് മൂന്ന് രീതിയിൽ നമുക്ക് ഈ റിക്കറൻസ് സോൾവ് ചെയ്യാം. ഐട്രേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം, റിക്കർഷൻ ട്രീ മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം, മാസ്റ്റേഴ്സ് തിയറം യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഐട്രേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം, റിക്കർഷൻ ട്രീ യൂസ് ചെയ്തിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. തൽക്കാലം ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് ഞാൻ ഈ ഒരു മാസ്റ്റേഴ്സ് തിയറത്തിന്റെ ആ ഒരു ഇത് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, മാസ്റ്റേഴ്സ് തിയറം മാസ്റ്റേഴ്സ് തിയറം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മാസ്റ്റേഴ്സ് തിയറം നമുക്കൊരു എന്താണ് റിക്കേഴ്സീവ് ആയിട്ടുള്ള റെക്കറൻസ് ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, റെക്കറൻസ് ഇക്വേഷൻ എന്താ തന്നിരിക്കുന്നതിനകത്ത്? ടി ഓഫ് എൻ ഈക്വൽ ടു ഇവിടെ തന്നിരിക്കുന്ന റെക്കറൻസ് ഇക്വേഷൻ എന്താ? ടി ഓഫ് എൻ ഈക്വൽ ടു എ ടി ഓഫ് എൻ ബൈ ബി പ്ലസ് തീറ്റ എൻ റേസ് ടു കെ ലോഗ് പി എൻ. ഓക്കെ, സോ നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ഇക്വേഷൻ, റിക്കറൻസ് ഇക്വേഷൻ എന്താണ്? ടി ഓഫ് എൻ ഈക്വൽ ടു എ ടി എൻ ബൈ ബി പ്ലസ് തീറ്റ എൻ റേസ് ടു കെ ലോഗ് റേസ് ടു പി എൻ. ഓക്കെ, സോ ഇവിടെ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, b greater than or equal to 1, and k greater than or equal to 0, and p is a real number. Okay, so in this recurrence equation the value of a is greater than or equal to 1, and value of b greater than 1, and value of k greater than or equal to 0, and p is a real number. Okay, ഇനി ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എത്രയാണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എഴുതാം. ടി ഓഫ് എൻ ഈക്വൽ ടു എ sorry T of n equal to a t n by b plus
തീറ്റ എൻ റേസ് ടു കെ ലോഗ് പി റേസ് ടു എൻ. ഇങ്ങനൊരു റെക്കറൻസ് ഇക്വേഷൻ ഉണ്ട്. അതിന്റെ ടൈം കോംപ്ലക്സിറ്റി ആണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ എയുടെ വാല്യൂ എന്തായിരിക്കും? എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും, ബി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും, ആൻഡ് കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. പിന്നെ പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു റിയൽ നമ്പർ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് അതിന്റെ ടൈം കോംപ്ലക്സിറ്റി ആണ്. ഓക്കെ, സോ അതിന്റെ ഫസ്റ്റ് പാർട്ടിൽ പറയുന്നു, ഇത് ചെയ്യണേ, ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി റേസ് ടു കെ ആണെങ്കിൽ, ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി റേസ് ടു കെ ആണെങ്കിൽ ടൈം കോംപ്ലക്സിറ്റിയുടെ വാല്യൂ എന്തായിരിക്കും? ടി ഓഫ് എൻ ഈസ് ഇക്വൽ ടു തീറ്റ എൻ ലോഗ് ബേസ് ബി റേസ് ടു എ. ഓക്കെ, ഇനി അടുത്ത, ഇഫ് എ ഈക്വൽ ടു ബി റേസ് ടു കെ ആണെങ്കിൽ എന്തായിരിക്കും? അപ്പൊ നിങ്ങൾ നോക്കണം, ഇഫ് പി, പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 ആണെങ്കിൽ ടൈം കോംപ്ലക്സിറ്റി ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു തീറ്റ എൻ ലോഗ് ബേസ് ബി എ ഇൻറ്റു ലോഗ് എൻ റേസ് ടു പി പ്ലസ് 1 ആയിരിക്കും. ഓക്കെ, ഇനി ഈ പിയുടെ വാല്യൂ ആണ് നോക്കുന്നത്, ഇവിടുത്തെ പിയുടെ വാല്യൂ. ഇനി പി ഈക്വൽ ടു -1 ആണെങ്കിൽ ദെൻ ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു, എങ്ങനെ ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുന്നത്? ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു തീറ്റ ഇൻറ്റു എൻ ലോഗ് ബേസ് ബി എ ലോഗ് എൻ. അതായിരിക്കും എന്താണ് ടൈം കോംപ്ലക്സിറ്റിയുടെ വാല്യൂ. പ്രോബ്ലം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഇഫ് പി ലെസ് ദാൻ -1 ആണെങ്കിൽ ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു തീറ്റ എൻ ലോഗ് ബി എ. ഓക്കെ, അപ്പോൾ നമ്മൾ തീറ്റ നൊട്ടേഷൻ ആണ് ടൈം കോംപ്ലക്സിറ്റി ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഇഫ് എ ലെസ് ദാൻ ബി റേസ് ടു കെ ആണെങ്കിൽ അപ്പൊ എന്ത് ചെക്ക് ചെയ്യണം? ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞത് എ ഈക്വൽ ടു ബി റേസ് ടു കെയുടെ കാര്യം പറഞ്ഞു, എ ഗ്രേറ്റർ ദാൻ ബി റേസ് ടു കെയുടെ കാര്യം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് എ ലെസ് ദാൻ ബി റേസ് ടു കെ ആണെങ്കിൽ അപ്പൊ നോക്കണം പിയുടെ വാല്യൂ. ഇഫ് പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ദെൻ ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു തീറ്റ എൻ റേസ് ടു കെ ലോഗ് എൻ റേസ് ടു പി ആയിരിക്കും ടൈം കോംപ്ലക്സിറ്റി. ഇഫ് പി ലെസ് ദാൻ 0 ആണെങ്കിലോ ദെൻ ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു തീറ്റ എൻ റേസ് ടു കെ. ഇപ്പൊ ഒന്നും മനസ്സിലായി കാണത്തില്ല, നിങ്ങൾ ആദ്യം ഈ നോട്ട് അതുപോലെ ബുക്കിൽ എഴുതി എടുക്കുക, എന്നിട്ട് പ്രോബ്ലം പറയാൻ വേണ്ടി മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അടുത്ത ഒരു പ്രോബ്ലത്തിലേക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ടി ഓഫ് എന്നിന്റെ വാല്യൂ എന്താ തന്നിരിക്കുന്നത്? ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു 3t n/2 പ്ലസ് എൻ സ്ക്വയർ. ഓക്കെ, അപ്പം ഇനി എന്ത് ചെയ്യണം? ഇപ്പൊ 3t n/2 പ്ലസ് എൻ സ്ക്വയർ, അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ടി ഓഫ് എൻ. നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ടി ഓഫ് n/2ന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ടി ഓഫ് n/2ന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു എൻ്റെ സ്ഥാനത്ത് n/2 ഇത് ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്ത് വരും? 3 ഇൻറ്റു ടി ഓഫ് n/2/2 പ്ലസ് n/2 ദ ഹോൾ സ്ക്വയർ അല്ലേ? അങ്ങനെയല്ല വരുന്നത്. അപ്പൊ നമ്മൾ n/2ന്റെ വാല്യൂ അതായത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ പ്രീവിയസ് ആയിട്ടുള്ള ഇക്വേഷൻ ഒക്കെ ഇഷ്ടം കൊടുത്തു. അതുകൊണ്ടാണ് ഇത് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെക്കറൻസ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്, ശ്രദ്ധിച്ചേക്കണേ. ആദ്യം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ബുക്കിൽ എഴുതിയെടുക്കണം. ഓക്കെ, എന്നിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് എയുടെയും ബിയുടെയും വാല്യൂ എഴുതുക. ഇതിൽ എയുടെ വാല്യൂ എന്താ? എ ഈക്വൽ ടു 3. നമ്മുടെ ആ ഒരു ഇക്വേഷൻ എന്തായിരുന്നു? മാസ്റ്റേഴ്സ് തിയറത്തിന്റെ ടി ഓഫ് എൻ ഈക്വൽ ടു എന്താണ്? എ ടി ബൈ എൻ ബൈ ബി. റെക്കറൻസ് ഇക്വേഷന്റെ ഫോർമേഷൻ ഇതാണ് പറയുന്നത്, ഫോർമുല തീറ്റ എൻ റേസ് ടു കെ ലോഗ് റേസ് ടു പി എൻ. ഇതാണ് റെക്കറൻസ് ഇക്വേഷന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എയുടെ വാല്യൂ എന്താണ്? ഇവിടുത്തെ എയുടെ വാല്യൂ എന്ന് വെച്ചാൽ ഈ ടിയുടെ ഇപ്പുറത്ത് കിടക്കുന്ന സാധനം. അപ്പം എന്താണ്? എ 3. ഓക്കെ, ബി എന്താണ്? n/2 n/b. അപ്പൊ ബിയുടെ വാല്യൂ എന്താ? 2. ഓക്കെ, കെയുടെ വാല്യൂ എന്താ? കെ എവിടെ കിടക്കുന്നത്? കെ ഈക്വൽ ടു എന്താണ്? 2. അതായത് ഈ എൻ സ്ക്വയറിന്റെ ആ ഒരു പവർ ആണ് എന്ന് പറയുന്നത് കെ. ഓക്കെ, അപ്പൊ കെ ഈസ് ഈക്വൽ ടു 2. ഇവിടെ എൻട്രീസ് കിടക്കുന്നുണ്ട്. ഇനി ഇവിടുത്തെ പിയുടെ വാല്യൂ എന്താ? ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ലോഗ് ഇവിടുത്തെ വാല്യൂ എന്തായിരിക്കും? ലോഗ് 0 n ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ വാല്യൂ എന്തായിരിക്കും? പിയുടെ വാല്യൂ എന്തായിരിക്കും? 0. ഓക്കെ, അത്ര ആദ്യം എഴുതിയെടുക്കുക. എന്നിട്ട് എ ഈക്വൽ ടു 3. ഇനി നോക്കണം ബി റേസ് ടു കെ. ഓക്കെ, നമ്മൾ മാസ്റ്റേഴ്സ് തിയറത്തിന്റെ കണ്ടീഷൻ എന്താ പറയുന്നത്? അതിന്റെ എന്നിട്ട് ഈ കണ്ടീഷൻ നോക്കണം. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി റേസ് ടു കെ ആണെങ്കിൽ ടൈം കോംപ്ലക്സിറ്റി എന്താ വരുന്നത്? ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു തീറ്റ ഓഫ് എൻ ലോഗ് ബേസ് ബി എ.
ഇഫ് എ ബി ഈക്വൽ ടു ബി ആണെങ്കിൽ എന്ത് ചെക്ക് ചെയ്യണം? നിങ്ങൾ ഈ കണ്ടീഷൻ നോക്കണം. പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ -1 ആണോ നോക്കണം. അങ്ങനെ ആണെങ്കിൽ ടൈം കോംപ്ലക്സിറ്റി എന്തായിരിക്കും വരുന്നത്? തീറ്റ ഓഫ് എൻ ലോഗ് ബേസ് ബി എ ലോഗ് എൻ പി പ്ലസ് 1 ആയിരിക്കും. ഇനി പി ഈക്വൽ ടു -1 ആണെങ്കിൽ then t of n is equal to theta n log b a log n ആയിരിക്കും. ഓക്കെ, ഇനി if p less than -1 ആണെങ്കിൽ then t of n is equal to n log b a ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമ്മൾ നോക്കണം ഇവിടെ എന്താണ് നോക്കണ്ടേ? എയുടെ വാല്യൂ നോക്കി. എ ഈസ് ഈക്വൽ ടു എന്താണ്? എ ഈസ് ഈക്വൽ ടു 3. ഓക്കെ, അപ്പൊ ഇനി അടുത്ത എന്താ നോക്കണ്ട? ബി റേസ് ടു കെ നോക്കണം. ബിയുടെ വാല്യൂ എത്ര? ബിയുടെ വാല്യൂ ഇവിടെ 2 ആണ്. അപ്പൊ 2 റേസ് ടു കെയുടെ വാല്യൂ എത്ര? 2. 2 is 4. ഓക്കെ, സോ 3 ലെസ് ദാൻ 4, അതായത് എ ലെസ് ദാൻ ബി റേസ് ടു കെ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എ ലെസ് ദാൻ ബി റേസ് ടു കെ ആകുമ്പോൾ കണ്ടീഷൻ എന്താണ്? If a less than b raised to k, then t of n is equal to theta n log b a. Okay, log base b a. Okay, so now check p. A less than b ആണെങ്കിൽ p greater than or equal to 0 ആണ്. Okay, p greater than or equal to, അപ്പൊ നമുക്ക് ഇത് പറ്റുമോ? ഇല്ല, ഇത് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ നമുക്ക് ഇത് എഴുതാൻ പറ്റും. സോറി, എനിക്ക് തെറ്റ് പറ്റിയതാണ്. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു തീറ്റ എൻ ലോഗ് ബി എന്ന് എഴുതാൻ പറ്റൂ. അപ്പൊ ഇത് അല്ല, ഈ കണ്ടീഷൻ അല്ല, നമ്മുടെ എ ലെസ് ദാൻ ബി റേസ് ടു കെ ആണ്. അപ്പൊ എ ലെസ് ദാൻ ബി റേസ് ടു കെയിലേക്ക് പോവാം. ഓക്കെ, ഇനി നോക്കണം, അതിനകത്ത് ഇനി രണ്ട് കണ്ടീഷൻ നോക്കണം. ഇഫ് പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണോ നോക്കണം, അല്ലെങ്കിൽ പി ലെസ് ദാൻ 0 ആണോ നോക്കണം. പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ടി ഓഫ് എൻ എന്താണ്? തീറ്റ എൻ റേസ് ടു കെ ലോഗ് എൻ പി. ഓക്കെ, ഇനി പി ലെസ് ദാൻ 0 ആണെങ്കിൽ ടി ഓഫ് എൻ എന്താണ്? തീറ്റ എൻ റേസ് ടു കെ. നമ്മുടെ അവിടെ പിയുടെ വാല്യൂ എന്താണ്? 0 അല്ലേ? അല്ലേ, പിയുടെ വാല്യൂ എന്താ? 0. അപ്പൊ ഏത് ഇക്വേഷൻ ഇവിടെ വരുന്നത്? ഏത് ഇക്വേഷൻ വരുന്നത്? ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു തീറ്റ എൻ റേസ് ടു കെ ലോഗ് എൻ റേസ് ടു പി. ഓക്കെ, സോ അത് എഴുതുക, ഇക്വേഷൻ എഴുതുക. സോ വി ഷുഡ് അപ്ലൈ ദ കണ്ടീഷൻ, ദെൻ ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു തീറ്റ എൻ റേസ് ടു കെ, തീറ്റ എൻ റേസ് ടു കെ ലോഗ് എൻ റേസ് ടു പി. ഓക്കെ, അപ്പൊ നോക്കിയേ, തീറ്റ എൻ റേസ് ടു കെ എത്ര? എൻ എഴുതുക, കെ എത്ര? 2. ഓക്കെ, ദെൻ ലോഗ് പിയുടെ വാല്യൂ എത്ര? എൻ എഴുതുക, റേസ് ടു 0. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ വരുന്നത്? തീറ്റ എൻ സ്ക്വയർ. അപ്പൊ അതിന്റെ ടൈം കോംപ്ലക്സിറ്റി എത്ര കിട്ടി? തീറ്റ എൻ സ്ക്വയർ കിട്ടി. ഓക്കെ, ഇത്രയേ ഉള്ളൂ മാസ്റ്റേഴ്സ് തിയറം. ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. ബാക്കി ഞാൻ എക്സാമ്പിൾ പഠിക്കുന്നത് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇനി അടുത്ത ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു ടി ഓഫ് എൻ ബൈ 2 പ്ലസ് എൻ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇതിന്റെ എന്താ കണ്ടുപിടിക്കുന്നത്? ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം എന്ത് എഴുതുക? എ എഴുതുക. എ എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ കിടക്കുന്ന വാല്യൂ ആണ് എ. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അതിന്റെ അർത്ഥം എന്താ? അവിടുത്തെ വാല്യൂ 1 എന്നാണ് അർത്ഥം. ഓക്കെ, സോ ബിയുടെ വാല്യൂ എന്താണ്? ഇതിന്റെ എൻ ബൈ 2, അതായത് ബിയുടെ വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? ഇതാണ് ബി, എൻ ബൈ ബി. അപ്പൊ ഈ എൻ ബൈ 2 എന്നൊക്കെ എഴുതുമ്പോൾ അവിടുത്തെ ബിയുടെ വാല്യൂ എന്താണ്? ബി ഈക്വൽ ടു എന്തായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, അടുത്ത കെയുടെ വാല്യൂ എന്താണ്? കെ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഇതിന്റെ പവർ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കെയുടെ വാല്യൂ എന്താ? 2. പി ഉണ്ടോ? ഇല്ല. ലോഗ് പി റേസ് ടു എന്നല്ലേ നമ്മളെ ഫുൾ ഇക്വേഷന്റെ ആ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതിന്റെ പിയുടെ വാല്യൂ എന്ത് വരും? 0 വരും. ഓക്കെ, ഇത് നോക്കണം. എയുടെയും ബി റേസ് ടു കെയുടെ വാല്യൂ കമ്പയർ ചെയ്യണം. എയുടെ വാല്യൂ എന്താ? 1. ബി റേസ് ടു കെ എന്ന് വെച്ചാൽ എന്താണ്? 2 റേസ് ടു 2. ബിയുടെ വാല്യൂ 2 ആണ്. 2 റേസ് ടു 2 ഈക്വൽ ടു എന്താണ്? 4. ഓക്കെ, സോ ഈ കേസിൽ ഇൻ ദിസ് കേസ് എ ഈസ് ലെസ് ദാൻ ബി റേസ് ടു കെ. ഓക്കെ, സോ ദ തേർഡ് കണ്ടീഷനിലേക്ക് പോകണം. എന്താ തേർഡ് കണ്ടീഷൻ? എന്താണ് തേർഡ് കണ്ടീഷൻ? if a less than b raised to k എന്നിട്ട് ചെക്ക് ചെയ്യണം. if p greater than or equal to 0 ആണെങ്കിൽ എന്ത് ചെക്ക് ചെയ്യണം? ആണെങ്കിൽ ടൈം കോംപ്ലക്സിറ്റി എന്താണ്? ഇതാണ്. if p less than 0 ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇതാണ്. നമ്മുടെ കേസിൽ p എന്താണ്? ഈക്വൽ ടു 0 ആണ് അല്ലേ? അപ്പൊ p ഈക്വൽ ടു 0 ആകുമ്പോൾ കണ്ടീഷൻ എന്താണ്? p equal to 0, greater than or equal to 0. So apply the condition 3a. So t of n is equal to theta n raised to k log n raised to p. So theta n raised to k എന്ന് വെച്ചാൽ എന്താണ്? n raised to 2 log n എഴുതുക. പിയുടെ വാല്യൂ എന്താണ്? 0. ഓക്കെ, സോ ഇത് പോവും. അപ്പൊ എന്താണ്? തീറ്റ ഓഫ് എൻ സ്ക്വയർ. അപ്പൊ അതാണ് അതിന്റെ ടൈം കോംപ്ലക്സിറ്റി. ഓക്കെ, ഇത് വെച്ച് നിങ്ങൾ പഠിക്കും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ അയക്കുന്ന നോട്ട് എഴുതുക, എന്നിട്ട് പഠിക്കുക. ഓക്കെ, ഇനി ഇത് കുറച്ച് എക്സാമ്പിൾ ശ്രദ്ധിക്കാറുണ്ട്. ഇവിടെ എയുടെ വാല്യൂ എന്താണ്? ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു √2 ടി ഓഫ് എൻ ബൈ 2 പ്ലസ് ലോഗ് എൻ. ഓക്കെ, അപ്പൊ ഇതിൽ എയുടെ വാല്യൂ എന്താണ്? √2. ബിയുടെ വാല്യൂ എന്താണ്? 2. കെ ഉണ്ടോ? ഇല്ല. ഇവിടെ എൻ സ്ക്വയർ ഒന്നും ഇല്ലല്ലോ, വെറും ലോഗ് എൻ അല്ലേ. കെയുടെ വാല്യൂ എന്താണ്?
0. അപ്പോൾ പിയുടെ വാല്യൂ എന്താണ്? n⁻1 ആണ് വന്നിരിക്കുന്നത് ഇവിടെ അല്ലേ, n⁻1. അപ്പോൾ പിയുടെ വാല്യൂ എന്താ? 1. ഓക്കെ. സോ ഇനി നമുക്ക് ഈ √2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു b⁻k. b⁻k എന്ന് വെച്ചാൽ എന്താണ്? b⁻k എന്ന് വെച്ചാൽ ബിയുടെ വാല്യൂ 2, കെയുടെ വാല്യൂ 0, 2⁻0. എയുടെ വാല്യൂ √2 ആണ്. അപ്പോൾ √2 നമ്മൾ എയുടെ വാല്യൂ ആയിട്ട് എടുക്കുക, ഇത് b⁻k ആയിട്ട് എടുക്കുക. ഓക്കെ. ഇത് കമ്പയർ ചെയ്യുക. അപ്പൊ ഇവിടെ എന്താണ്? എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ b⁻k ആണ്. √2ന്റെ വാല്യൂ എന്താണ്? സം വാല്യൂ 1 പോയിന്റ് സംതിങ് ആണ്. b⁻kയുടെ വാല്യൂ എന്താണ്? അതായത് 1 ആണ്. ഓക്കെ. സോ √2 ഗ്രേറ്റർ ദാൻ 2⁻0. അത് ഫസ്റ്റ് കണ്ടീഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ആകുമ്പോൾ അതിന്റെ ടൈം കോംപ്ലക്സിറ്റി എങ്ങനെയാണ് വരുന്നത്? അതായത് നമ്മുടെ ആ ഒരു ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? ഇഫ് എ ഗ്രേറ്റർ ദാൻ b⁻k, ഈ കണ്ടീഷൻ ആണെങ്കിൽ എന്താണ്? ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു തീറ്റ ഓഫ് എൻ ലോഗ് ബി എ. ഓക്കെ. സോ അതവിടെ അപ്ലൈ ചെയ്യുക. ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു n theta of n log b a. ഓക്കെ. അപ്പൊ എന്നിന്റെ വാല്യൂ എഴുതുക. ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു n ലോഗ് ബേസ് എത്ര? ബിയുടെ വാല്യൂ എത്ര? 2. എയുടെ വാല്യൂ എന്താ? √2. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? തീറ്റ ഓഫ് √n കിട്ടും. ഓക്കെ. തീറ്റ ഓഫ് √n. ഓക്കെ. ഈ √n എങ്ങനെ കിട്ടിയെന്ന് ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ ഇത് കണ്ട ലോഗ് 2 √2 അത് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ √2നെ നമുക്ക് എങ്ങനെ എഴുതാം? √2 ഈക്വൽ ടു 2⁻1/2 എന്ന് എഴുതാമല്ലോ. 2⁻1/2 √2 അല്ലേ? ഓക്കെ. സോ ലോഗ് ബി a⁻m ഈക്വൽ ടു m ലോഗ് ബി എ. സോ ലോഗ് 2⁻1/2 ഈക്വൽ ടു എമ്മിന്റെ വാല്യൂ എന്താ ഇവിടെ? 1/2. ഓക്കെ. എയുടെ വാല്യൂ എന്താ? 2. ഓക്കെ. 1/2 ലോഗ് 2. ഓക്കെ. ലോഗ് 2ന്റെ വാല്യൂ എത്ര വരും? 1 വരും. ഓക്കെ. ഇസ് ഈക്വൽ ടു എത്ര വരും? 1/2. 1/2 എന്ന് വെച്ചാൽ എന്ത് തന്നെയാണ്? ഓക്കെ. അപ്പൊ ഇതിന്റെ വാല്യൂ 1/2 കിട്ടും. അപ്പൊ അപ്പൊ ഇവിടെ എന്ത് കിട്ടും? ഈ ഒരു വാല്യൂ, ഇതിന്റെ വാല്യൂ എത്ര കിട്ടിയ? 1/2. ഓക്കെ. അപ്പൊ ഇത് എങ്ങനെ എഴുതും? അതിനുശേഷം തീറ്റ ഓഫ് n⁻1/2. ഓക്കെ. n⁻1/2 എങ്ങനെ എഴുതാം? തീറ്റ ഓഫ് √n എന്ന് എഴുതാം. ഓക്കെ. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതിയേ. ഓക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ്.